ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 30 days ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്, റിവിഷൻ ഡേ ആണ്. അപ്പോൾ ഈ റിവിഷൻ ഡേക്ക് നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം, ഇന്നലെ എടുത്ത 3 ദിവസം പഠിച്ച ടോപ്പിക്സ് പഠിക്കണം, തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കണം, കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരൊറ്റ വീഡിയോ ആയിട്ട് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ 250 GK ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. 60 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് മലയാളം ചോദ്യങ്ങളാണ് കേട്ടോ. 20 മലയാളം ചോദ്യങ്ങളാണ്, വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതുവരെയും നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, 30 days ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോ ഡേയിലെ ടൈം ടേബിളിൻ്റെ ടോപ്പിക്സ് എടുത്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ തന്നെ നല്ല രീതിയിൽ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് SCERT, അതുപോലെ തന്നെ +1 +2 ടെക്സ്റ്റ് ബുക്ക്, PYQ, അതുപോലെ റിവിഷൻ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു ടൈം ടേബിൾ ആണ്. ഫോളോ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ടെലഗ്രാമിലൂടെയാണ് നോട്ട്സും PDF എല്ലാം കൊടുക്കുന്നത്. ഓരോ ദിവസം എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോൾസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിലും കൂടെ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കൂടാതെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വീരസേനൻ്റെ പുത്രൻ. വീരസേനൻ്റെ പുത്രൻ അറിയപ്പെടുന്നത് എന്താണ്? വൈരസേനി. വീരസേനൻ്റെ പുത്രൻ വൈരസേനി. അടുത്തത്, മാതൃക പോലെ എഴുതുക. മാതൃക പോലെ എഴുതുക. മാതൃക വാഴച്ചുവട്, വാഴയുടെ ചുവടാണ്. ജീവിതാവസ്ഥ. ജീവിതാവസ്ഥ എന്താ? ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. പര്യായ പദമല്ലാത്തത്, ശരീരം. ശരീരത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരമാണ്, തനു എന്ന് പറഞ്ഞാലും ശരീരമാണ്, കായം എന്ന് പറഞ്ഞാലും ശരീരമാണ്, ഘൃതമാണ് ശരീരത്തിൻ്റെ പര്യായം അല്ലാത്തത്. അടുത്തത്, ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപമാനിക്കുക എന്നാണ് കേട്ടോ, അപമാനിക്കുക. വിപരീത പദം കണ്ടെത്തുക. വിപരീത പദം ആധിക്യം. ആധിക്യത്തിൻ്റെ വിപരീത പദം വൈരള്യം ആണ് കേട്ടോ. ആധിക്യത്തിൻ്റെ വിപരീത പദം എന്താണ്? വൈരള്യം. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി M മുകുന്ദനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2021 ലഭിച്ചത് ആർക്കാണ്? P വത്സലയ്ക്കാണ്, നെല്ല് എന്ന് പറയുന്ന നോവലിന്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. ഓക്കെ, അപ്പോൾ MK മേനോൻ എന്നുള്ളത് നമ്മൾ യമഹയിലൊക്കെ പോയിട്ട് വിലസ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കുക, യമക. അപ്പോൾ യമഹ, അപ്പോൾ അത് എന്താണ്? ഇനീഷ്യൽ തെറ്റിപ്പോവാതിരിക്കാനാണ്. ഇവിടെ ഒരു MR മേനോൻ ഉണ്ട്, MK മേനോൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വിലസുന്നത് യമഹയിൽ പോയിട്ടാണെന്നുള്ളത് ഓർക്കട്ടെ, യമക എന്നുള്ള രീതിയിൽ MK മേനോൻ. അങ്ങനെ നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ തെറ്റിക്കില്ല. അപ്പോൾ തൂലികാനാമമൊക്കെ നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തെറ്റിപ്പോവാതെ പഠിക്കാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഏത് കൃതിയിലേതാണ്? നളിനി എന്ന കൃതിയിലെ വരികളാണിത്. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. The little knowledge is a dangerous thing. The little knowledge is a dangerous thing. അപ്പോൾ എന്താണ്? അല്പജ്ഞാനം അപകടകരമാണ് എന്നാണ് അർത്ഥം. ദ ലിറ്റിൽ നോളേജ്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോളേജ് ഇല്ല എന്നുള്ളതാണ് അല്ലേ. ദ ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അല്പം, കുറച്ച്. അപ്പോൾ ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം അപകടകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യപേപ്പറിലെ 10 ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്,
ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർലിംഗം, ഗൃഹസ്ഥൻ എന്നതിന്റെ എതിർലിംഗം ഗൃഹിണിയാണ് കേട്ടോ. ഗൃഹസ്ഥൻ ഗൃഹിണിയാണ്. ഗ്രഹനായിക, ഗ്രഹസ്ഥ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൃഹസ്ഥൻ എന്നല്ലേ എഴുതുന്നത്, ആ ഗൃ തന്നെയാണ് ഇവിടെയും എന്നുള്ളത് ഓർത്താൽ മതി കേട്ടോ. ഗൃഹിണിയാണ്. അടുത്ത ചോദ്യം, പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാന്നിധ്യമാണ്. മനസാന്നിധ്യം. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്താണ്? ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. ഇന്ദുലേഖ ഇല്ലെങ്കിൽ പിന്നെ ദാസി. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഓക്കെ. അടുത്തത്, ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഷഷ്പം. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥമാണ് ഇളം പുല്ല്. ഇളം പുല്ല്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അതി പ്ലസ് അന്തമാണ്. അത്യന്തം. അതി പ്ലസ് അന്തം. ശരിയായ പദം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തെറ്റാണ്, അതായത് ഡിലീറ്റഡ് ആണ്. PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. സഹജം എന്ന് പറയുന്നത് എന്താണ്? ജന്മനാൽ കിട്ടുന്നത്. അപ്പോൾ അതിന്റെ വിപരീതം എന്താണ്? നമ്മൾ ആർജിച്ചെടുക്കുന്നത്, നേടിയെടുക്കുന്നത്. അപ്പോൾ ആർജിതം എന്നാണ് ഉത്തരം. ഓപ്ഷൻ A ആണ് ആർജിതം. സഹജം, ആർജിതം. കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദം. കണ്ണു കാണാത്തവൻ എന്ന് പറഞ്ഞാൽ അന്ധനാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഓരോന്നും വായിച്ചു നോക്കണം. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. അനുദിനം വർദ്ധിക്കുന്ന ജനം സംഖ്യയെ തീറ്റിപ്പോറ്റുക. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക. അപ്പോൾ ഈ അവസാനത്തെ രണ്ടെണ്ണം എന്തായാലും വരില്ല അല്ലെ. അനുദിനം വർദ്ധിക്കുന്ന ജനം സംഖ്യയെ എന്ന് നമ്മൾ പറയില്ല. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ എന്നും നമ്മൾ പറയില്ല. പിന്നെ അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ എന്ന് നമ്മൾ പറയത്തില്ല. അങ്ങനെ ഒരു പ്രയോഗം തെറ്റാണ്. ഓക്കെ. ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക എന്ന് പറയാൻ പറ്റില്ല. ജനത്തെ തീറ്റിപ്പോറ്റുക എന്നാണ് പറയുക. അപ്പോൾ ഓപ്ഷൻ B ആണ് ഉത്തരം. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നതാണ് ശരി. അടുത്തത്, കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക. വെള്ളയപ്പത്തിന് ഇരുമ്പ് ചട്ടി, വെള്ളത്തിലൊരു കമഴ്ത്തിയിട്ടു, താന്നു പോകില്ല ഇരുമ്പ് ചട്ടി, കാണാമതിലോ വെളുത്ത ചുട്ടി. എന്താണ് ഉത്തരം? ആമയാണ് കേട്ടോ. ആമ. ഓക്കെ. അപ്പോൾ 20 ചോദ്യങ്ങളാണ് ഇത് മലയാളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത റിവിഷനിലേക്കും ഇതേപോലെ നമ്മൾ ചെയ്യുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം കണ്ട് മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക, പഠിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ ഉടനെ തന്നെ തരും. അപ്പോൾ അത് കണ്ട് അടുത്ത ദിവസത്തേക്കുള്ളതും കൂടെ പ്രിപ്പയർ ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്